പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, ലൈഫ് ഈസ് ഫുൾ ഓഫ് ബാറ്റിൽസ്, ബട്ട് വിത്ത് ഗോഡ് ഇമ്പോസിബിൾ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അകത്തും പുറത്തും ഉണ്ടായെന്നിരിക്കും. പക്ഷെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും സാധ്യതയിലേക്ക് അവൻ നടത്തും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബാറ്റിൽസൊക്കെ വരുമ്പോൾ നമുക്കവൻ സമാധാനം തരുമെന്നുള്ള ഉറപ്പോടെ നാം സമാധാനം കണ്ടെത്തണം. മുറിവുകളെയൊക്കെ അവൻ ഹീൽ ചെയ്യും. നന്ദിയോടെ എത്ര ടഫസ്റ്റായിട്ടുള്ള മൊമെൻറ്റ്സിലും യേശുപ്പച്ച നിൻ്റെ പേർപ്പസ് ഇതിനകത്ത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് അവനെ ട്രസ്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇപ്പോൾ നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 25:15 വാക്യം, സാം 25:15, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. സ്തോത്രം. ഡെബോറ റോസൻക്രാൻസ് പറഞ്ഞ ഒരു കോട്ടുണ്ട്, വിത്ത് ഗോഡ് യു ക്യാൻ സോൾവ് എവ്രി പ്രോബ്ലം. എത്ര ആശ്വാസം തരുന്നൊരു കോട്ടാണ് അതല്ലേ. എന്ത് പ്രശ്നം വന്നാലും അതിനെ പരിഹരിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ചില ടഫായിട്ടുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒന്നുകൂടെ ടഫറായി തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ആ പ്രശ്നത്തെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ്. അതായത് ആ പ്രോബ്ലത്തെ തന്നെ നാം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിന് പകരം നമുക്ക് ആ പ്രോബ്ലം സോൾവറെ ഒന്ന് നോക്കാമേ. പ്രൈസ് ഗോഡ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവവചനം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണണമെന്നേ. റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് us നമുക്ക് ദൈവത്തിൻ്റെ ഒരു വചനം നമുക്ക് കാണണം. നമുക്കത് മുറുകെ പിടിക്കണം. കാരണം ഇല്ല എങ്കിൽ നമ്മൾ പാനിക്കായി പോവും. നമ്മൾ നോർമൽ ലൈഫിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് വെപ്രാളക്കാരായിട്ട് പോവും, പരിഭ്രാന്തരായിട്ട് പോവും. അപ്പോൾ ഒരു ക്രൈസിസ് വന്ന സമയത്ത് നമുക്കറിയാം, ദാവീദ് പറഞ്ഞു, എൻ്റെ കണ്ണ് എപ്പോഴും ദൈവമേ നിങ്കിലേക്ക് തന്നെ. കാരണം ശത്രു എന്തെല്ലാം ട്രാപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാലും, അതായത് ശത്രു എന്തെല്ലാം കണി അല്ലെങ്കിൽ എന്തെല്ലാം കെണി എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും അതിനകത്ത് കുടുങ്ങിപ്പോകാതെ രക്ഷപ്പെട്ട് മുന്നോട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവം അമ്മയെ സഹായിക്കും. എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. വലയുണ്ടാക്കുന്നത് ശത്രുവിൻ്റെ പദ്ധതി, വിടുവിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി. ദ ലോർഡ് വിൽ റെസ്ക്യൂ മീ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രോബ്ലത്തെ നോക്കാതെ പ്രോബ്ലം സോൾവറെ നോക്കണം. അതുകൊണ്ട് ദാവീദ് പറയുന്ന, മൈ ഐസ് ആർ ഓൾവേസ് ഓൺ ദ ലോർഡ്, എൻ്റെ കണ്ണെപ്പോഴും ദൈവമേ നിങ്ങളിലേക്ക് ആകുന്നു. ചിലപ്പോൾ ചില സംഗതികളൊക്കെ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഡയഗ്നോസിസ് നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആയിരിക്കും. അത് വരുമ്പോൾ ദൈവമക്കളെ, ഇറ്റ് റിയലി നോക്സ് അസ് ഡൗൺ അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അന്ധാളിച്ചു പോകും. നമുക്ക് എന്താണ് ഇനി മുന്നോട്ടത്തെ സ്റ്റെപ്പ്, എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നെല്ലാം ഓർത്ത് നാം അന്ധാളിച്ചു പോകും. പ്രൈസ് ഗോഡ്. അപ്പോഴും ഓർത്തോണം കേട്ടോ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഹൃദയത്തിൽ വഹിക്കുന്ന, നിന്നെ കരുതുന്ന ഒരു ദൈവം നിനക്ക് ഉണ്ട്. ആ ഉറപ്പ് വേണം കേട്ടോ. അതുകൊണ്ട് മുറുകെ അവനോട് ചേർന്നിരുന്നു, അവനെ മുറുകെ പിടിച്ചു, അവൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ചു. തീർച്ചയായിട്ടും ദൈവം നമ്മോടുകൂടെ തന്നെ ഇരിക്കും. സങ്കീർത്തനം 91:14-16 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന്
ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ, 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 ആമേൻ. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയമാംന്ന മാംസപ്പലകമേൽ എഴുതി വെക്കണം. കർത്താവ് നമുക്ക് രക്ഷ കൽപ്പിക്കുമെന്നും നമ്മെ വിടുവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില വേദനിക്കുന്ന മുറിവുകൾ ഉണ്ടാകുമ്പോഴും അവിടെ നമുക്ക് യേശുവിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയണം. നമ്മുടെ മുറിവുകളെ ദൈവം മിറക്കിൾസായിട്ട് മാറ്റും. അതിന് നമുക്ക് കർത്താവിനെ ഒന്ന് അനുവദിക്കാമോ? ലെറ്റ് ജീസസ് ടേൺ യുവർ വൂണ്ട്സ് ഇൻടു മിറക്കിൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഇൻക്രെഡിബിളായിട്ട് മുറിവേറ്റ സമയങ്ങൾ, ചിലപ്പോൾ വാക്കുകളായിരിക്കാം, ചില സംസാരങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിച്ച് നാം ഇങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് ഓർക്കുവാനായിട്ട് കഴിയുമോ? യേശുവിനെ ഒന്ന് ഓർത്തേ. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് ഓർത്തേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെ മുറിവേൽപ്പിച്ചവരെ, നമ്മെ ഉപദ്രവിച്ചവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? യേശു അത് ചെയ്തു, അല്ലേ? യേശു പാപികൾക്ക് വേണ്ടി മരിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ മനുഷ്യരാകുന്ന നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, അല്ലേ? എന്നാൽ അവരോട് നമ്മൾ ക്ഷമിച്ചിട്ട് യേശു കർത്താവിൻ്റെ ഹിതം നാം ഫോളോ ചെയ്യുവാണെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മൾ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനകത്തായിപ്പോയാലും അവിടെ നിന്ന് അവൻ നമ്മെ പുറത്തെടുക്കും. പ്രൈസ് ഗോഡ്. നാം ക്ഷമിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മോട് പിണക്കമുള്ളവർ, അവരിലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. എവറിത്തിങ് വിൽ ബി ഫൈൻ അഗെയിൻ. പ്രൈസ് ഗോഡ്. ജീവിതാനുഭവങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ചിലതെങ്കിലും ഓർമ്മ വരുന്നില്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷമിക്കുന്ന ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 10 ഇങ്ങനെ പറയുന്നു. പിലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. പ്രൈസ് ഗോഡ്. 10-ാം വാക്യത്തിൽ ഓരോന്നൊക്കെ യേശുവിനോട് ചോദിക്കുക. പക്ഷേ യേശു ഒന്നും ഉത്തരം പറഞ്ഞില്ല. 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരം ഉണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത് 11-ാമത്തെ വാക്യത്തിനകത്ത് കാണുന്നുണ്ട്. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം അനുവദിച്ചിട്ടല്ലാതെ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ റൈറ്റ് നൗ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം ഏതാ? ഏത് വിഷയമാണ് ഇപ്പോൾ മനസ്സിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിനക്കത് കടിച്ചിറക്കാൻ പാടായിരിക്കും, അനുഭവിക്കുവാൻ പാടായിരിക്കും. പക്ഷേ സത്യം മനസ്സിലാക്കണം കേട്ടോ, ആർക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. സ്വർഗീയ പിതാവിൻ്റെ അനുവാദമില്ലാതെ നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. നിൻ്റെ തലമുറയെ തൊടാൻ ആർക്കും പറ്റത്തില്ല. നിൻ്റെ ഇളം തലമുറയെ തൊടാൻ ആർക്കും പറ്റത്തില്ല. ദൈവം അതിനെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഒരു റീഅഷ്വറൻസ് വേണം മനസ്സിൽ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെങ്കിലും മൈ ഗോഡ് അലൗസ് ഇറ്റ് ഫോർ എ ഗുഡ് റീസൺ. എൻ്റെ ദൈവം അനുവദിക്കുന്നത് അതിന് ഒരു കാരണമുള്ളത് കൊണ്ട് തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജീസസ് വൂണ്ട് എന്തുവായിരുന്നു? ഒരു മിറക്കിളായിരുന്നു, അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളിലും, ഹല്ലേലൂയ, മനസ്സിലാക്കണമേ, അതിനകത്തൊരു നല്ല ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ മറ്റു പലരും ആയിരിക്കും നമ്മുടെ ആ സിറ്റുവേഷന് റെസ്പോൺസിബിൾ. പക്ഷെ നിന്നെ എൻ്റെ യേശു കർത്താവ് വിട്ടുകളഞ്ഞിച്ച് മാറത്തില്ല. അവൻ ആ സിറ്റുവേഷനെ ടേൺ ചെയ്ത് നല്ലതിന് വേണ്ടി ആക്കി തീർക്കും.
അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, നമ്മുടെ ദൈവം സ്റ്റിൽ ലവിങ് യസ്. നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് സ്റ്റിൽ ട്രസ്റ്റ് ഹിം. അതുകൊണ്ട് ഏത് വിഷയം വന്നാലും, ഏത് ബാറ്റിൽ വന്നാലും നാം അതിനകത്ത് തോറ്റു പോകത്തില്ല. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ജയം കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം അവൻ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ അവൻ്റെ വചനത്തെ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.